പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു എന്ന 181 ആയത്തിൻ്റെ ഭാഗമാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. വസിയ്യത്തിൽ തഗ്യീറും തബ്ദീലും അത് നിഷിദ്ധമാണെന്നറിയിക്കുന്ന ആ വിഷയത്തിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന വചനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു എന്ന് പ്രയോഗിച്ചതിൽ വസിയ്യത്ത് നിർവഹിച്ചവൻ്റെ ആ വാക്ക്, വസിയത്താകുന്ന മഅറൂഫ്, അത് കേട്ടതിൽ പിന്നെ മാ സമിഅഹു എന്ന് പ്രയോഗിച്ചതിൽ എന്തിനാണത് പ്രയോഗിച്ചത് എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചു വന്നത്. വസിയത്ത് മൊഴിയായിക്കൊണ്ട് മാത്രമല്ല, മൊഴിയല്ലാതെയുള്ള വസിയത്തുമുണ്ട് എന്നതിൽ ചില ചരിത്രങ്ങളും അതേപോലെ വസിയത്തിൻ്റെ സീഗകളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. പക്ഷേ വസിയത്ത് മൊഴിയാകാൻ ഉള്ള സാധ്യതകളും അവസരങ്ങളും കൂടുതലാണ്. അതേപോലെ എപ്പോഴും ഇത് രേഖപ്പെടുത്താനും സാക്ഷ്യപ്പെടുത്താനും അവസരം തരപ്പെട്ടു കൊള്ളണം എന്നുമില്ല. ഇത്തരണത്തിലൊരു ചരിത്രം ശ്രദ്ധേയമാണ്. പ്രസിദ്ധമായ ജമൽ യുദ്ധം, അലി റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ സംഭവിച്ച അതുമായി ബന്ധപ്പെട്ട് അസ്സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു തആല അൻഹു മകൻ അബ്ദുള്ള ഇബ്നു സുബൈറിനെ വിളിച്ചു നൽകിയ ഒരു വസിയത്ത് നമുക്കറിയാം. ജമൽ യുദ്ധത്തിൽ അസ്സുബൈർ, തൽഹത്ത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹിൽ ജമീഅ അവരൊക്കെ ഒരു ഭാഗം, മറുഭാഗത്ത് അലി ഇബ്നു അബി താലിബും മറ്റും. രണ്ടു കൂട്ടരും ഒരു യുദ്ധമല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ പിന്നീട് അതൊരു യുദ്ധത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ പ്രത്യേകത. എന്തായാലും സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹു ഈ ജമലിൽ രക്തസാക്ഷിയായി. അതിൻ്റെ തലേന്നാൾ അദ്ദേഹം മകൻ അബ്ദുള്ളയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആ വസിയത്ത്, യാ ബുനൈ ഇന്നഹു ലാ യുഖ്തലുൽ യൗമ ഇല്ലാ ളാലിമുൻ ഔ മദ്ലൂം, എൻ്റെ മകനെ, ഇന്ന് വധിക്കപ്പെടുകയാണെങ്കിൽ അതൊന്നുകിൽ ഒരു മർദ്ദിതനായി അല്ലെങ്കിൽ ഒരു മർദ്ദകനായി മാത്രമായിരിക്കും ഒരാൾ വധിക്കപ്പെടുക. വ ഇന്നി ലാ ഉറാനി ഇല്ലാ സ ഉഖ്തലുൽ യൗമ മദ്ലൂമൻ, ഞാൻ ഇന്ന് മർദ്ദിതനായി കൊല്ലപ്പെടും എന്നാണ് എൻ്റെ ഒരു ധാരണ. വ ഇന്ന മിൻ അക്ബരി ഹമ്മി ലദൈനി, എൻ്റെ മനസ്സിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ടെൻഷനുള്ളത് എൻ്റെ കടമാണ്. അഫതുറായു ബഖി ദൈനുന മിൻ മാലിന ഷൈഅൻ, കടം കൂടുതലുണ്ട്, അത് നൽകി വീട്ടിയാൽ സ്വത്ത് ശേഷിക്കുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സുബൈർ ബിൻ അവ്വാം ധർമ്മിഷ്ഠനായിരുന്നു, പരോപകാരിയായിരുന്നു, സ്വയം സന്നദ്ധനായി പലവിധ പ്രശ്നങ്ങളും പരിഹരിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ടി അദ്ദേഹം കടം കൊണ്ടിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കായിരുന്നില്ല. ഏതായാലും ആ കടമാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. എന്നിട്ട് പറയുന്നുണ്ട്, യാ ബുനൈ ബിഅ മാലന ഫഖ്ദി ദൈനി, നമ്മുടെ സ്വത്ത് വിറ്റിട്ട് കടം വീട്ടണേ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വ ഔസാ ബിസ്സുലൂസി, 1/3 വസിയത്ത് ചെയ്തു. അത് ആർക്കാ വസിയത്ത് ചെയ്തത്? അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ മക്കൾക്ക്. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു മക്കളുണ്ട്, അബ്ദുള്ള, ഇങ്ങനെ തുടങ്ങി മക്കൾ. ഇവിടെ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്നത് പൗത്രർക്കാണ്, അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ മക്കൾക്ക്. അത് 1/3 കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഫൈൻ ഫള മിൻ മാലിന ഫദ്ലുൻ ബഅദ ഖളാഇ ദൈനി ഷൈഉൻ ഫസുലുസുഹു ലിവലദിക എന്നാണ്. കടം വീട്ടിയിട്ട് നമ്മുടെ സ്വത്തിൽ വല്ലതും ശേഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ 1/3 നിൻ്റെ മക്കൾക്കാണ് എന്നാണ് അബ്ദുള്ളയോട് സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അബ്ദുള്ള ഇബ്നു സുബൈറിന് 9 ആൺമക്കളും 9 പെൺമക്കളും ഉണ്ടായിരുന്നു, 18 മക്കൾ. അതുകൊണ്ടാണ് അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ മറ്റു മക്കൾ ഹുബൈബ്, അബ്ബാദ് തുടങ്ങിയവർക്കൊന്നും വസിയത്തില്ലാതെ ഈ പേരമക്കൾക്ക്
അദ്ദേഹം വസിയത്ത് ചെയ്തത്. ഏതായാലും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആ വസിയത്ത് നിർവഹിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇൻ അജസ്ത അൻഹു ഫീ ഷൈഇൻ ഫസ്തഇൻ അലൈഹി മൗലായി, മകനെ കടം വീട്ടാൻ ഞെരുക്കം കാണുകയാണ്, പ്രയാസം നേരിടുകയാണ് എങ്കിൽ, അശക്തത അനുഭവപ്പെടുകയാണ് എങ്കിൽ എൻ്റെ മൗലയെ കൊണ്ട് സഹായം തേടണമെന്ന് പറഞ്ഞു. അപ്പോൾ വല്ലാഹി മാ ദറൈതു മാ അറാദ ഹത്താ ഖുൽതു യാ അബതി മൻ മൗലാക്, എൻ്റെ മൗല എന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ മൗല ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്കറിയില്ലായിരുന്നു അത് ആരാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളയാണ് എൻ്റെ മൗല, അള്ളാഹിനോട് സഹായം ചോദിക്കാനാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വാപ്പാൻ്റെ കടം വീട്ടിയതും സ്വത്ത് ഓഹരി വെച്ചതും വസിയത്ത് നടപ്പിലാക്കിയതും ഒക്കെ പിന്നീട് ചരിത്രത്തിൽ കാണാം. ഞെരുക്കം വരുമ്പോഴൊക്കെ യാ മൗല സുബൈർ ഇഖ്ളി അൻഹു ദൈനഹു, സുബൈറിൻ്റെ മൗലയായ അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ കടം വീട്ടണമേ എന്ന് ദുആ ചെയ്താണ് വാപ്പാൻ്റെ വസിയത്ത് മകൻ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. അതിൽ 1/3 അദ്ദേഹത്തിൻ്റെ മക്കൾക്ക്, സുബൈർ റളിയല്ലാഹുവിൻ്റെ പൗത്രർക്ക്, ആ 18 പേർക്ക് അദ്ദേഹം വസിയത്ത് നടപ്പിലാക്കിയതും ചരിത്രത്തിൽ കാണാം. ഞാനിത് കൊണ്ടുവന്നത് പലപ്പോഴും വസിയത്ത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, യാത്രയിൽ, യുദ്ധസമയം, അതേപോലെ തന്നെ രോഗാവസ്ഥയിൽ, ശുശ്രൂഷയിലായിരിക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് രേഖപ്പെടുത്തുക, എഴുതുക, റെക്കോർഡാക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങൾ വന്നോളണമെന്നില്ല. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഇത് രേഖപ്പെടുത്തുവാനുള്ള വസ്തുവകകളും മാധ്യമങ്ങളും തുലവും പരിമിതമായൊരു കാലഘട്ടമായിരുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ ബദ്ദലഹു ബഅദമാ സമീഅഹു എന്ന്, ആ ബഅദമാ സമീഅഹു അത് കേട്ടതിന് ശേഷം എന്നതിൻ്റെ ആ പ്രയോഗത്തിൽ മനസ്സിലാക്കാനുള്ള ചില പണ്ഡിതന്മാരുടെ വിശദീകരണമാണ് ഞാനിവിടെ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞു, ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു. ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ അർത്ഥം പറഞ്ഞു പോയി. അങ്ങനെ ആരെങ്കിലും ഇത് കേട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാറ്റിമറിച്ചാൽ, ഇന്നമാ ഇസ്മുഹു അതിൻ്റെ കുറ്റം ആർക്ക് മാത്രമാണ്, അലല്ലദീന യുബദ്ദിലൂനഹു ആരാണോ അത് മാറ്റിമറിക്കുന്നത് അവർക്ക് മാത്രമാണ്. ഇവിടെ ഫഇന്നമാ ഇസ്മുഹു അലൈഹി എന്ന് പറയാതെ മാറ്റിമറിച്ചവൻ്റെ മേൽ ആണ് അതിൻ്റെ കുറ്റം, അവനിൽ പരിമിതം എന്ന് പറയാതെ, അലൈഹി എന്ന ദമീർ മുദ്മർ പറയാതെ അൽ ഇസ്മു ബാഹിർ അല്ലദീന യുബദ്ദിലൂനഹു എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട്? പണ്ഡിതന്മാർ പറയുന്നു, തബ്ദീൽ, ഈ വസിയ്യത്ത് മാറ്റിമറിക്കുക എന്നുള്ളത്, തിരുത്തുക എന്നുള്ളത്, കുറക്കുക എന്നുള്ളത്, നിരാകരിക്കുക, നിഷേധിക്കുക എന്നുള്ളത്, തടുക്കുക എന്നുള്ളത്, അതൊക്കെയുള്ള തബ്ദീൽ, അത് വളരെ ഗൗരവപ്പെട്ട കുറ്റാണ്. അതുകൊണ്ടാണ് അല്ലദീന യുബദ്ദിലൂനഹു, തബ്ദീൽ ചെയ്യുന്നവർ എന്ന് സർവനാമം പ്രയോഗിക്കാതെ, അലൈഹി അല്ലെങ്കിൽ അലൈഹിം എന്നൊന്നും പറയാതെ ആ പ്രത്യക്ഷ നാമം പ്രയോഗിച്ചത് എന്നാണ് ഇവിടെ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന വാചകം കൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഈ ഇന്നല്ലാഹ സമീഉൻ അലീം എന്നുള്ളത് അൽ ജുംലത്തു തഅലീലിയ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ആ ഇന്ന എന്നത് തൗക്കീദിനും തഅലീലിനും വേണ്ടിയാണ്. തൗക്കീദ്, തഅലീൽ. ഇന്ന എന്നത് ഇവിടെ തൗക്കീദിനാണ്, തീർച്ചയായും എന്നർത്ഥം കൊണ്ടുവരാൻ. പിന്നെ അത് തഅലീലിനാണ്, കാരണം എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഅാണ്, അലീമാണ്, തീർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി കേൾക്കും എല്ലാം. പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു കോർവയിൽ വസിയ്യത്ത് ചെയ്തവനെ, അവൻ്റെ വസിയ്യത്തിനെ അള്ളാഹു കേൾക്കും. അതുകൊണ്ട് തന്നെ തന്നെ കേൾക്കുന്ന ആ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന ഒരു ബോധനാണ്. അതേപോലെ അലീമുൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം അറിയുന്നവൻ. എന്തറിയുന്നവൻ? വസിയ്യത്ത് ചെയ്യുന്നവൻ്റെ നീയത്ത്, നെഞ്ചകം അറിയുന്നവൻ. നീയത്തും വസിയ്യത്തും അറിഞ്ഞും കേട്ടും അത് സസൂക്ഷ്മമായി അങ്ങനെയുള്ളവനാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ ഭയക്കണം, സൂക്ഷിക്കണം. വസിയ്യത്തിൽ അന്യായം പാടില്ല.
ഇതാണ് അതിൻ്റെ ഒരു പൊരുൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഅാണ്. ആരാണ് മാറ്റിമറിക്കുന്നത്? അവനെ. അള്ളാഹു അലീമാണ്. എന്ത്? മാറ്റിമറിക്കുന്നവൻ്റെ ഉദ്ദേശത്തെ, നീയത്തിനെ, ലക്ഷ്യത്തെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം കേൾക്കുന്നവനാണ്, സസൂക്ഷ്മം അറിയുന്നവനാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ആയത്തിലുള്ളത്. ആർക്ക് നേരെ? മാറ്റിമറിക്കുന്നവർക്ക് നേരെ. വസിയ്യത്തിൽ കൃത്രിമത്വവും അതേപോലെ തന്നെ തിരുത്തലുകളും നടത്തുന്നവർക്ക് നേരെ. പണ്ഡിതന്മാർ പറയാണ്, ഇതിൽ വഈദുണ്ട്, ശദീദായ വഈദ്. ഇതിൽ വഅദുണ്ട്, ഉത്തമമായ വഅദ്, വാഗ്ദാനം. എന്താ ശദീദായ വഈദ്? ശക്തമായ താക്കീത്. അത് മാറ്റിമറിക്കുന്നവർക്കാണ്. വസിയ്യത്തിനെ മാറ്റിമറിക്കുന്നവർക്ക് ശക്തമായ താക്കീതാണ്. ഇന്നല്ലാഹ സമീഉൻ അലീമുൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്തിൽ കൂട്ടിമാട്ടലും മാറ്റത്തിരുത്തലും വരുത്തിയിട്ടെങ്കിൽ ശക്തമായ ശിക്ഷ നൽകും. കാരണം അത് അള്ളാഹു കേട്ടിട്ടുണ്ട്, അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, കരുതിക്കോളിയും എന്നുള്ളതാണ്. വഅദുൻ ഹസൻ, നല്ല വാഗ്ദാനമുണ്ട് എന്നതിൻ്റെ പൊരുൾ അത് വസിയ്യത്ത് ചെയ്യുന്നവരുടെ വിഷയത്തിലാണ്. വസിയ്യത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹു അവരുടെ വസിയ്യത്ത് കേട്ടിട്ടുണ്ട്, അവരുടെ ആ ഒരു പുണ്യം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ പുണ്യത്തിൽ അവരുടെ മനസ്സറിഞ്ഞിട്ടുണ്ട്, അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ആ നന്മക്ക് ഈ വസിയ്യത്ത് ചെയ്ത വ്യക്തി, മരണപ്പെട്ടവന് വിശിഷ്യ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലം. അതാണ് വഅദുൻ ഹസൻ. അതാണ് ഈ പ്രയോഗം ഇന്നല്ലാഹ സമീഉൻ അലീം എന്നറിയിക്കുന്നത്. ഒരുപോലെ വഈദും വഅദും, മുന്നറിയിപ്പും അതേപോലെ വാഗ്ദാനവും, അതാണ് ഈ ഒരു അവസാനം അറിയിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. വസിയ്യത്തിൽ നമ്മൾ അതിൻ്റെ 5 റുക്നുകൾ പറയവേ, അൽ മൂസി വസിയ്യത്ത് ചെയ്യുന്നവൻ, അൽ മൂസ ലഹു ആർക്കാണോ വസിയ്യത്ത് ചെയ്യുന്നത് അതിൻ്റെ ഗുണഭോക്താവ്, പിന്നെ അൽ മൂസ ബിഹി വസിയ്യത്ത് ചെയ്യുന്ന വസ്തു, വസിയ്യത്ത് ചെയ്യുന്ന കാര്യം, പിന്നെ അൽ മൂസ ഇലൈഹി വസിയ്യത്ത് നടപ്പിലാക്കാൻ വസിയായിട്ടുള്ള ആൾ, പിന്നെ അതിൻ്റെ സീഹ, ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ ഈ മൂസ ലഹു, അൽ മൂസ ഇലൈഹി, ഇവർക്കൊക്കെയും ഈ പറയപ്പെട്ട ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം കേൾക്കുന്നവനാണ്, സസൂക്ഷ്മം അറിയുന്നവനാണ് എന്ന ഈ ഭാഗം ഒന്നുകിൽ അൽ വഈദു ഷദീദ്, ശക്തമായ മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ അൽ വഅദുൽ ഹസൻ, നല്ല ഉത്തമമായ വാഗ്ദാനമാണ്. തങ്ങൾ നിർവഹിച്ചതിൽ ആരാണോ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം പ്രവർത്തിച്ചത് അവർക്കാണ് അൽ വഅദുൽ ഹസൻ, നല്ല പ്രതിഫലം, നല്ല വാഗ്ദാനം. എന്നാൽ ആരാണോ അന്യായം കാണിച്ചത്, അക്രമം കാണിച്ചത്, അത് വസിയ്യത്ത് ചെയ്തവൻ വസിയ്യത്തിൽ അക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതേപോലെ വസിയ്യത്ത് ആർക്കു നേരെയാണോ, അതേപോലെ തന്നെ വസിയ്യത്തിൽ അത് നടപ്പിലാക്കേണ്ട ആളാരാണോ അവരിൽ നിന്നൊക്കെ ഏതെങ്കിലും നിലക്കുള്ള മുഖാലഫത്ത്, ദീനിനെതിരായ അള്ളാഹ്ക്ക് അനിഷ്ടകരമായത് വന്നിട്ടുണ്ട് എങ്കിൽ അവർക്കാണ് അൽ വഈദു ഷദീദ്, ശക്തമായ മുന്നറിയിപ്പ്, താക്കീത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ കൂടുതൽ വിശദീകരിച്ച് ഉണർത്തിയിട്ടുള്ളത്. ഈ ആയത്ത് വസിയ്യത്തിൽ തബ്ദീൽ അത് ഹറാമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന വചനാണ്. അതുകൊണ്ട് തന്നെ വസിയ്യത്തിൻ്റെ ഹുക്കുമെന്ത്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പലരും അഹ്കാമുൽ ഖംസ, 5 ഹുക്കുമുകൾ, വാജിബ്, മന്ദൂബ്, ഹറാം, മക്രൂഹ്, മുബാഹ്, ഇതൊക്കെ വസിയ്യത്തിൻ്റെ ഹുക്കുമായിട്ട് വിവിധ സ്വഭാവമനുസരിച്ച് വിധി പറഞ്ഞിട്ടുണ്ട്. പൊതുവിൽ
ഭൂരിപക്ഷം പണ്ഡിതന്മാർ വസിയത്ത് പുണ്യമാണ്, മന്ദൂബ് ചെയ്താൽ കൂലിയുള്ളത്, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്തത് എന്ന നിലക്ക് അതിൻ്റെ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. കൂടുതൽ ശരിയോടടുത്തതും ആ ഒരു നിലപാടാണ്. പക്ഷേ വസിയത്ത് ചെയ്യാൻ സ്വത്ത് ഉണ്ടാവുകയും വസിയത്ത് ചെയ്യപ്പെടേണ്ട ആളുകൾ ആവശ്യക്കാരായി അടുത്ത ബന്ധുക്കളായി ഒക്കെ തനിക്കുണ്ടാവുകയും ചെയ്താൽ വസിയത്ത് ചെയ്യലൊരു ബാധ്യതയാണ് എന്നതിൽ പക്ഷാന്തരല്ല. അതൊരു ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. മാ ഹഖു ഇംറിഇൻ മുസ്ലിമിൻ യബീതു ലൈലതൈനി വലഹു ശൈഉൻ യുരീദു അൻ യൂസിയ ബിഹി ഇല്ലാ വസിയത്തുഹു മക്തൂബത്തുൻ ഇൻദ റഅസിഹി എന്ന ഹദീസിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയതാണ്. വസിയത്ത് ചെയ്യപ്പെടാൻ ഉദ്ദേശമുള്ളൊരു വ്യക്തി അയാളുടെ അടുക്കൽ വസിയത്ത് ചെയ്യാനുള്ളതുണ്ട് എങ്കിൽ അയാളുടെ വസിയത്ത് തലക്കുംപുറത്ത് എഴുതപ്പെട്ട നിലയിൽ ഉണ്ടാകണം എന്നാണ്. 2 രാത്രി പോലും അതില്ലാതെ കഴിച്ചു കൂട്ടാൻ പാടില്ല. ഒരു മുസ്ലിമിന് അങ്ങനെ വസിയത്ത് നൽകാതെ കഴിച്ചു കൂട്ടൽ അർഹമല്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അതൊരു ബാധ്യത തന്നെയാണ്. ചില പണ്ഡിതന്മാർ വസിയത്ത് നിർബന്ധമാണ് എന്നിടത്താണുള്ളത്. അതാ ഇബ്നു അബി റബാഹ്, ഇബ്നു ഷിഹാബിന് സുഹ്രി, അബൂ മിജ്ലസ്, തൽഹത്ത് ഇബ്നു മുസറിഫ് തുടങ്ങിയ താബിഈ പണ്ഡിതന്മാർ, ഇമാം ബൈഹഖി, ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇമാം അഷ്ശാഫിഈയുടെ ഖദീമായ ഖൗലായി ഉദ്ധരിച്ചത്, അതുപോലെ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി, ദാവൂദ് ബാഹിരി തുടങ്ങിയൊക്കെ അവരുടെയൊക്കെ അഭിപ്രായം ഈ നിർബന്ധം എന്നുള്ളതാണ്. അബു അവാന അൽ ഇസ്ഫറായിനിയും ഇബ്നു ജരീർ അത്തബരിയും മറ്റുമൊക്കെ ഈ ഒരു അഭിപ്രായത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഇത് നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായത്തെ. കാരണം ഈ വചനത്തിൻ്റെ, നമ്മുടെ ഈ വചനത്തിൻ്റെ ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു എന്ന ഈ വചനം വസിയത്ത് അതിൽ തബ്ദീൽ, തഗ്യീർ, മാറ്റം വരുത്തൽ നിഷിദ്ധമാണെന്ന് അറിയിക്കുന്നു. ആ നിഷിദ്ധം എന്ന ഈ ആയത്തിൻ്റെ തേട്ടവും പിന്നെ ഈ പ്രയോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ ഗൗരവവും അതൊക്കെയാണ് അവർ അതിന് ന്യായമായി ഉണർത്തിയിട്ടുള്ളത്. പല തെളിവുകളിൽ അവരുടെ ഒരു തെളിവാണ് അത് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഈ 181 വചനം അതിൻ്റെ വിഷയങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സൂറത്തുൽ ബഖറയിലെ 182 വചനം. പ്രസ്തുത വചനം ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്നുള്ളതാണ്. ഫമൻ ഖാഫ മിൻ മൂസിൻ, വസിയ്യത്ത് ചെയ്യുന്നവനിൽ നിന്ന് വല്ലവരും ഭയന്നാൽ അല്ലെങ്കിൽ അവർക്ക് ബോധ്യമായാൽ, ജനഫൻ ഔ ഇസ്മൻ, ജനഫിനെയോ ഇസ്മിനെയോ, ബോധപൂർവം എന്തെങ്കിലും ഒരു അപരാധം അല്ലെങ്കിൽ അബദ്ധത്തിൽ വല്ല അപരാധം ഇത് ബോധ്യപ്പെട്ടാൽ ഫഅസ്ലഹ ബൈനഹും, വസിയത്തുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടല്ലോ, വസിയത്തിൻ്റെ ഈ ഉഭയ കക്ഷികൾ, അതേപോലെ തന്നെ വസിയത്ത് ചെയ്തവർ അല്ലെങ്കിൽ വസിയത്ത് ചെയ്തവരുടെ ബന്ധുക്കൾ, അവർക്കിടയിൽ ഈ ബോധ്യപ്പെട്ട ആൾ സുൽഹുണ്ടാക്കുകയാണ് എങ്കിൽ ഫലാ ഇസ്മ അലൈഹി, ആ സുൽഹുണ്ടാക്കുന്നവന് യാതൊരു കുറ്റവുമില്ല എന്നാണ് ഇവിടെ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. എന്ന് പറഞ്ഞാൽ വസിയ്യത്തിൽ തബ്ദീൽ പാടില്ല, തഗ്യീർ പാടില്ല. അതാണ് നമ്മൾ 181 ആയത്തിൽ പഠിച്ചത്. വസിയ്യത്തിൽ തബ്ദീലും തഗ്യീറും പാടില്ല എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു മുസ്ലിഹ്, രഞ്ജിപ്പുണ്ടാക്കുന്നവൻ, ഐക്യമുണ്ടാക്കുന്നവൻ ഇവിടെ വസിയ്യത്തിൽ മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ഈ 181 ആയത്തിൽ പറഞ്ഞ ആ കുറ്റം ഈ സുൽഹുണ്ടാക്കുന്നവനിൽ, ഒത്തുതീർപ്പുണ്ടാക്കുന്നവനിൽ ഭവിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫലാ ഇസ്മ അലൈഹി, ഒരിക്കലും ആ ഒത്തുതീർപ്പുണ്ടാക്കുന്നവനിൽ ആ ഒരു ഇസ്ം, കുറ്റം അതൊരിക്കലും ഇല്ല എന്ന്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഈ ആയത്തിൽ നമുക്ക് കുറേ വിഷയങ്ങളും സുപ്രധാനമായ കുറേ മസ്അലകളും ചില ചരിത്രങ്ങളൊക്കെ
മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഉണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് തുടർന്ന് പഠിക്കാം. ഇവിടെ ഫമൻ ഖാഫ മിൻ മൂസിൻ എന്നാണ്. നമ്മൾ ഫയെ കുറിച്ച് പറഞ്ഞു, ഫ ഉൽ ഫസീഹ എന്ന് പറയും. ആ ഫാക്ക് വലിയ ധർമ്മമാണുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വാചകം അവിടെ വ്യംഗ്യമാണ് എന്നതിനെയാണ് ഈ ഫ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫ ഉൽ ഫസീഹ എന്ന് പറയുന്നത്. സ്പഷ്ടമാക്കുന്ന, വ്യക്തമാക്കുന്ന എന്ന അർത്ഥത്തിലുള്ള അൽ ഫസീഹത്ത് എന്ന പേരതിന് വന്നത്. ഇവിടെ തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്തിൽ തബ്ദീൽ, തഗ്യീർ, മാറ്റം വരുത്തുന്നവർക്കുള്ള കുറ്റം, അവരുടെ മേൽ പാപം, അവർ ചെയ്തത് ഹറാം എന്നുള്ളതാണ് ഉണർത്തിയത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഇവിടെ ഇനി ആ വസിയ്യത്തിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കുറ്റമില്ലാത്ത മാറ്റം വരുത്തലാണ്, അവിടെ കുറ്റമുള്ള മാറ്റം വരുത്തലാണ്. വസിയ്യത്തിൽ മാറ്റം വരുത്തുന്നവൻ പാപിയാണ്, കുറ്റക്കാരനാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ അതാണ് ആ ഫ പ്രതിഫലിപ്പിക്കുന്നത്. മൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ. അറിഞ്ഞതിൽ പിന്നെ ഇനി മനസ്സിലാക്കാനുള്ള കാര്യമാണിത്. കുറ്റമില്ലാത്ത, പാപമില്ലാത്ത മാറ്റം വരുത്തൽ. മൻ എന്നുള്ളത് ഷർത്തിയയാണ്. മൻ ഖാഫ, വല്ലവരും ഭയക്കുകയായാൽ, അതാണത് പൊതുവെ അർത്ഥം പറയാറുള്ളത്. ഖാഫ എന്ന് പറഞ്ഞാൽ ഖൗഫിൽ നിന്നാണ്. ഖൗഫ് പേടിയാണ് പൊതുവെ അതിൻ്റെ അർത്ഥം. പക്ഷെ ഖൗഫിന് പേടി എന്നുള്ളത് പ്രചാരം കിട്ടിയ അർത്ഥമാണെങ്കിലും അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം പേടിയെന്നല്ല. സങ്കൽപ്പിച്ചു, അനുമാനിച്ചു, ധരിച്ചു, ബോധ്യപ്പെട്ടു, ഇതൊക്കെയാണ് ഖൗഫ് എന്നതിൻ്റെ അർത്ഥം. അൽ ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ ബസായിറു ദവി തമ്മീസ് ഫി ലതായിഫിൽ കിതാബിൽ അസീസ് എന്ന് പറയുന്ന മഹൽ രചനയിൽ ഈ ഖൗഫിൻ്റെ അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലതുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ നനച്ചാൽ, ഭാവിച്ചാൽ, സങ്കല്പിച്ചാൽ, അനുമാനിച്ചാൽ എന്നൊക്കെ ഇവിടെ മൻ ഖാഫ എന്നതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, യതീമുകളുടെ വിഷയത്തിൽ നീതി പുലർത്താനാവുകയില്ല എന്ന് നിങ്ങൾ ഭയന്നാൽ എന്നുള്ള പറഞ്ഞാൽ അവിടെ ഉദ്ദേശം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ എന്നാണ്. ഇല്ല അൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാ, ദമ്പതികളുടെ വിഷയത്തിൽ തലാഖിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ പാലിക്കാൻ ആവുകയില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ, അവർ മനസ്സിലാക്കിയാൽ എന്നൊക്കെയാണ് അവിടെ അർത്ഥം. ഭയന്നാൽ എന്ന് പറയുമെങ്കിലും ഉദ്ദേശം അതാണ്. ഖാഫ എന്നതിൻ്റെ അർത്ഥം ഒരു വിശാലമായിട്ടുള്ള ഒരു അർത്ഥതലങ്ങളുടെ പദമാണ് ഖാഫ എന്നുള്ളത്. ഖൗഫ് അറബി സാഹിത്യത്തിൽ അബൂ മിഹ്ജൻ അസ്സഖഫി, മാലിക് ബിൻ ഹബീബ് അല്ലെങ്കിൽ അബ്ദുള്ള ഇബ്നു ഹബീബ്, അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരിലാണ് പ്രസിദ്ധം, അബൂ മിഹ്ജൻ അസ്സഖഫി. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഉണ്ടല്ലോ, മദ്യപാനത്താൽ പരീക്ഷിക്കപ്പെട്ട ആളായിരുന്നു ഈ അബൂ മിഹ്ജൻ അസ്സഖഫി. ഇസ്ലാം ആശ്ലേഷിച്ചിട്ടും അദ്ദേഹം അതിൽ പരീക്ഷിക്കപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ ഖാദിസിയ യുദ്ധത്തിൽ പോലും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പശ്ചാത്തപിച്ചു, തൗബ ചെയ്തു, നന്നായി ഒക്കെയുള്ള വേറെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ ഈ മദ്യത്തോടുള്ള അടങ്ങാത്ത ആർത്തിയും ആവേശവും, അതിനാൽ പിന്നെ ഭാര്യനോട് വസിയത്ത് ചെയ്ത 2 വരി കവിത കാണാം. ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമത്തിൻ തുറവി ഇദാമി ഫിൽ മമാതി ഉറൂഖുഹ വലാ തദ്ഫിനിന്നി ഫിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മുത്തു അല്ലാ അദൂഖഹ എന്നാണ്. എന്താ പറയുന്നത്? ഇദാ മുത്തു ഫദ്ഫിന്നി, ഞാൻ മരിച്ചാൽ നീ എന്നെ മറമാടണം, ഇലാ ജംബി കർമത്തിൻ, ഒരു മുന്തിരി ചെടിയുടെ, മുന്തിരി വള്ളിയുടെ ഓരത്ത്, തുറവി ഇളാമി ഫിൽ മമാത്തി ഉറൂഖുഹ, ആ മുന്തിരി
വള്ളി വളർന്ന് അതിൻ്റെ വേര് വളർന്ന് ഞാൻ മണ്ണിനടിയിൽ കബറിലാകുമ്പോൾ, മരിച്ചു കിടക്കുമ്പോൾ ആ വേരുകൾ എൻ്റെ അസ്ഥികൾക്ക്, എല്ലിന് ഈ മുന്തിരിച്ചാറിൻ്റെ ചാറ് നൽകിയിട്ട് അതിൻ്റെ ദാഹം ശമിപ്പിക്കട്ടെ, ദാഹം തീർക്കട്ടെ, മരിച്ചാലും എനിക്ക് ഇത് കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് പറയുന്നത് വലാ തദ്ഫിനന്നി ഫിൽ ഫലാത്തി, നീ ഒരിക്കലും എന്നെ മരുഭൂമിയിൽ മറമാടരുത്. എന്താ മരുഭൂമിയിൽ മറമാടിയാൽ? ഫഇന്നനി അഖാഫു ഇദാ മാ മുത്തു അല്ലാ അദൂഖുഹ, അല്ലെങ്കിൽ അദൂഖഹ. മരുഭൂമിയിൽ ഞാൻ മരിച്ചിട്ട് എന്നെ അവിടെ മറമാടിയിട്ടുണ്ടെങ്കിൽ അവിടെ മുന്തിരിവള്ളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുന്തിരിച്ചാറ് നുകരാൻ എനിക്ക് കഴിയില്ല എന്നത് ഫഇന്നനി അഖാഫു, ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുന്നു, ഞാൻ അങ്ങനെ ധരിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം. ഫഇന്നനി അഖാഫു പറഞ്ഞാൽ ഞാൻ ഭയക്കുന്നു എന്ന് പൊതുവെ പറയുമെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ ഉദ്ദേശം ഞാനങ്ങനെ ഊഹിക്കുന്നു, ഞാനങ്ങനെ വിചാരിക്കുന്നു, ധരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ഞാനിത് പറഞ്ഞത് തഫ്സീറുകളിലൊക്കെ ഈ കവിത അബൂ മിഹ്ജൻ സഖഫിയുടെ കവിത കൊടുത്തിട്ടുണ്ട്. ഈ ഖൗഫിൻ്റെ അർത്ഥം പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഖൗഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് ഇൽമിനെയും ദിറായത്തിനെയും ബന്നിനെയും ഒക്കെ അറിയിക്കുന്ന പദമാണ്. ഊഹിച്ചു, ധരിച്ചു, ബോധിച്ചു, മനസ്സിലാക്കി, അറിഞ്ഞു എന്നൊക്കെ അർത്ഥത്തിൽ ഖൗഫ് വരും എന്നുള്ളതാണ്, പൊതുവെ വരും എന്നുള്ളതാണ് ഈ വലിയ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും നമ്മളിവിടെ ഈ ആയത്ത് മനസ്സിലാക്കുമ്പോൾ ഫമൻ ഖാഫ, വല്ലവരും നനച്ചാൽ, മനസ്സിലാക്കിയാൽ, അറിഞ്ഞാൽ, മിൻ മൂസിൻ, മൂസിൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിവിടെ അർക്കാനുകൾ പഠിച്ചപ്പം പറഞ്ഞു വസിയത്ത് ചെയ്യുന്നവൻ, മൂസി അവനാണ് ഇവിടെ ഉദ്ദേശം. മിൻ മൂസിൻ, വസിയത്ത് ചെയ്യുന്നവൻ. അവിടെ മൂസി എന്നുള്ളതിൽ യാ ഇല്ല, യാ ആയത്തിലില്ല. ആയത്തിൽ മൂസിൻ എന്നാണ് തൻവീൻ, യാ കളയപ്പെട്ടു. അതെന്തുകൊണ്ട്? വ്യാകരണത്തിൽ പറയും മങ്കൂസായ ഇസ്ം എന്ന് പറയും, ഇസ്മുൽ മങ്കൂസ്. അവസാനത്തിൽ യാ എന്ന ഇല്ലത്തിൻ്റെ അക്ഷരം വരികയും അതിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കെസറത്താവുകയും ചെയ്താൽ അങ്ങനെയുള്ള നാമങ്ങൾക്കാണ് ഇസ്മുൽ മങ്കൂസ് എന്ന് പറയാം. അവസാനത്തിൽ അലിഫാവുകയും അതിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്മുൽ മഖ്സൂർ എന്നാണ് പറയുക. അവിടെ യാ കളയപ്പെടും. വ്യാകരണത്തിൽ കാണാം അല്ലവ്വലുൽ ഇറാബു ഫീഹി ഖുദ്ദിറ ജമീഉഹു വഹുവ അല്ലദീ ഖദ് ഖുസ്സിറ മഖ്സൂറ ഇസ്മ, അതിൻ്റെ ഇറാബ് സങ്കല്പിക്കപ്പെടും. വസാനി മൻഖൂസുൻ വനസ്ബുഹു ദഹർ വറഫ്ഉഹു യുൻവാ കദാ ഐദൻ യുജർ എന്നാണ്. റഫ്ഉം ജറും അവിടെ സങ്കല്പിക്കലായിരിക്കും. യാ കളഞ്ഞ് പോയിട്ട് സങ്കല്പിക്കും. മറ്റേത് നസ്ബാകുമ്പോൾ അത് വ്യക്തമാകുന്നതാണ്. ഇവിടെ മൂസിയൻ എന്ന് പറയാം, എന്നാൽ മൂസിൻ എന്നാണ് റഫിൻ്റെയും ജറിൻ്റെയും സന്ദർഭത്തിൽ പറയാന്നുള്ളത്. വ്യാകരണത്തിൽ അതൊരു ചർച്ചയാണ്. ഏതായാലും ഇവിടെ ഈ തൻവീൻ, യാ എന്നുള്ള മൂസി എന്നുള്ള യാ കളഞ്ഞു പോയിട്ട് അതിന് പകരം വന്ന തൻവീനാണ് തൻവീനുൽ ഇവദ്. ഏതായാലും ഇവിടെ ഫമൻ ഖാഫ മിൻ മൂസിൻ, വല്ലവരും വല്ല വസിയ്യത്ത് നിർവഹിച്ചവനിൽ നിന്നും അറിയുകയാണ്, അവന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെയായാൽ എന്തിനെ? ജനഫൻ ഔസ്മൻ. എന്താണ് ജനഫ്? എന്താണ് ഇസ്ം? പിന്നെ ഫഅസ്ലഹ ബൈനഹും എന്താണ് ഇസ്ലാഹ്? നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.